വെൽക്കം. റഹ്മാൻ ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 9ാമത്തെ വീഡിയോ ആണ് നമ്മുടെ. ഈ വീഡിയോയിൽ നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസസ്, സോ ആസിഡ്സ് എന്താണ്, ബേസസ് എന്താണ്, ഇതാണ് നമ്മൾ പറയുക. ആൻഡ് ദർ തിയറീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസിഡ്സ് ആൻഡ് ബേസസ്, നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട 4 സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം പറയാം. സോ ആസിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ pH. ഇപ്പൊ pH നമുക്കറിയാം, ഇങ്ങനെ pH ആണെങ്കിൽ ഇത് 7, ഇത് 8, ഇത് 5, 4. സോ ഇറ്റ്സ് എ pH സ്കെയിൽ. ഇപ്പൊ pH സ്കെയിലിൽ താഴെയുള്ളതൊക്കെ 7ൽ താഴെയുള്ളതെല്ലാം ആസിഡിക് ആണ്. സോ ലെസ് ദാൻ 7 എല്ലാം ആസിഡിക് സബ്സ്റ്റൻസ്. സോ 7ൽ മുകളിലുള്ളതോ ഇങ്ങോട്ടേക്ക് പോകുന്നതെല്ലാം തന്നെ ബേസിക് ആണ്, ഓർ ആൽക്കലൈൻ ആണ്. സോ ആൽക്കലീസ് ഹാവ് pH മോർ ദാൻ 7ലേക്കാൾ കൂടുതൽ ആണ്. ഇതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തെ പോയിന്റ്, സോ ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് കൂട്ടാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതാണ് ആസിഡ്. സോ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നതാണ് ആസിഡ്. സോ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ ബാർ പഠിച്ചാൽ മതി. ബ്ലൂ ലിറ്റ്മസ് ആസിഡ് ടേൺസ് ഇൻടു റെഡ്. ഓക്കെ. മറ്റേത് ബേസ് ആണെങ്കിലോ നേരെ തിരിച്ചാണ്, അത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. സോ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതാണ് ബേസ്. സോ റെഡ് ഈസ് കൺവേർട്ടഡ് ടു ബ്ലൂ ബൈ ബേസസ്, RBB. സോ ബാർ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി മൂന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ്, ആസിഡ്സ് ആർ സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പാണ്. പുളിപ്പ്, മോരിന്റെ പുളി ബിക്കോസ് ഓഫ് ലാക്റ്റിക് ആസിഡ്, നാരങ്ങയുടെ പുളി സിട്രിക് ആസിഡ്, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വാളംപുളി ടാർട്ടാറിക് ആസിഡ് ആണ്. സോ ഓൾ ആസിഡ്സ് ആർ സോർ ഇൻ നേച്ചർ ഓർ ടേസ്റ്റ്. അപ്പൊ ബേസ് എല്ലാം തന്നെ ബിറ്റർ ആണ്. സോ ബേസസ് ആർ ബിറ്റേഴ്സിന് ചവർപ്പ് എന്നായിരിക്കും നമ്മൾ പറയാം. ചവർപ്പാണ് രുചി. ഇനി കയ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തെ സവിശേഷത, ആസിഡ്സിന്റെ സവിശേഷത, ആസിഡ്സ് ആൻഡ് ബേസസ് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, ആസിഡും ഈ ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ സോൾട്ട് എന്നാണ് വിളിക്കുക. സോ വി വിൽ ഗെറ്റ് സോൾട്ട്. ആസിഡും ബേസും കൂടി ചേർന്ന സോൾട്ട് ആവും. ഉദാഹരണം HCl is an acid plus NaOH is a base. we will get what? NaCl plus H2. ഓക്കെ. തിരിച്ച് ബേസ് ആസിഡ് ആയിട്ട് ചേർന്ന് സോൾട്ട് ആവും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ. സോ നമുക്ക് പറയാവുന്നത് ആസിഡും ബേസും പരസ്പരം റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ആസിഡ്സ് ആൻഡ് ബേസസ്, ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് തിയറീസിലേക്ക് കടക്കാം. തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. തിയറീസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, ആസിഡ്സ് എന്താണ്, ബേസ് എന്താണ്? സോ ഇതാണ് നിർവചിച്ച് പറഞ്ഞത്. സോ ആദ്യം വന്നത് സ്വാൻഡ് അറേനിയസിന്റെ തിയറിയാണ്. ഓക്കെ. അറേനിയസ് സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേക്കാം. അറേനിയസ് തിയറിയാണ് ആദ്യം വന്നത്. പിന്നെ വന്നത് ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി ആണ്. ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി ആൻഡ് ബ്രോൺസ്റ്റഡ് എന്നും പറയാറുണ്ട്. ദെൻ മൂന്നാമത് വന്നത് ലെവിസ് തിയറി. സോ ഇങ്ങനെ 3 തിയറീസ് ആണ് ആസിഡ്സ് ആൻഡ് ബേസസ്. എന്താണ് ആസിഡ്സ്, എന്താണ് ബേസസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്, പറയാൻ ശ്രമിച്ചത്. നമുക്ക് ആദ്യം അറേനിയസിന്റെ തിയറി. സോ ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറേനിയസ് തിയറി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുത്ത് വെള്ളത്തിൽ ഇടുകയാണ് എന്ന് വിചാരിക്കുക. സോ ഇത് വെള്ളമാണ്, അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ്? ആൻഡ് ദിസ് വിൽ അയോണൈസ്. സോ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ഡിസോസിയേറ്റ്. സോ ഇതിനെ നമ്മൾ അയോണൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ നമ്മളൊരു കെമിക്കൽ എടുത്ത് വെള്ളത്തിൽ ഓർ വാട്ടർ ഓർ അതർ അക്വ സൊല്യൂഷൻ, സോ വാട്ടർ ഓർ അതർ അക്വ സൊല്യൂഷനിൽ ഇട്ടാൽ ഇഫ് ഇറ്റ് റിലീസസ്, സോ വെള്ളത്തിലെടുത്ത് ഇടുന്നു, ഇഫ് ഇറ്റ് റിലീസസ്, എന്ത് റിലീസ് ചെയ്യണം? ഓർ ഗീവ്സ് H+, അതിൽ നിന്ന് H+ പുറത്തേക്ക് വന്നാൽ അങ്ങനെയുള്ളവനെ നമ്മൾ ആസിഡ് എന്നാണ് വിളിക്കുക. ഇതാണ് അറേനിയസ്. സോ HCl നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക, HCl എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ H+ ആൻഡ് Cl- ഉണ്ടാവും. സോ ഒരു H+ ഉണ്ടാവുന്നു. സോ ഈ H+ ഉണ്ടാവുന്നത് ആസിഡ് ആണെങ്കിൽ HCl ഈസ് കോൾഡ് ആസ് ആസിഡ്. H+നെ നമ്മൾ പ്രോട്ടോൺസ് എന്നും പറയും. സോ പ്രോട്ടോൺസിനെ കുറിച്ചിട്ടാണ് അറേനിയസ് പറഞ്ഞത്. സോ അറേനിയസ് പറഞ്ഞത് സബ്സ്റ്റൻസസ് വിച്ച് റിലീസസ് H+ when it dissolved in water ആയിരിക്കണം, ഓർ aqueous solution, വെള്ളം പോലെയുള്ള വെള്ളം ചേർന്നിട്ടുള്ള സൊല്യൂഷൻ. സോ ഈസ് ടോക്കിംഗ് അബൌട്ട് വാട്ടർ ഓർ aqueous solution. അതിനെ H+ അയോൺസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ആസ് ആസിഡ്സ്. അപ്പൊ ബേസ് ആണെങ്കിൽ അങ്ങനെയല്ല. ബേസ് ആണെങ്കിൽ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ്സ് ഹൈഡ്രോക്സിൽ അയോൺ. സോ ഇവിടെ ഹൈഡ്രോക്സിൽ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺ. സോ OH- when dissolved in water, വെള്ളത്തിലിടുമ്പോൾ ഓർ aqueous solution ഇടുമ്പോൾ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ ബേസസ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇതിനകത്തേക്ക് ഇടുന്നതെന്ന് വിചാരിക്കും.
വിചാരിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ Na പ്ലസ് പ്ലസ് OH. സോ ഈ OH മൈനസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ബേസ് ആണ്. സോ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവ ന്യൂട്രലൈസ് ചെയ്യും, വെള്ളമായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇൻ ദ പ്രസൻസ് ഓഫ് സോൾവെന്റ് പ്രസൻസിൽ വെള്ളമായിട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം HCl പ്ലസ് NaOH ഗ്യൂസ് എന്ത് കിട്ടും, ഒരു സോൾട്ട് ഫോം ചെയ്യും, Na പ്ലസ് Cl മൈനസ് പ്ലസ് H2O. ഓക്കെ, സോ ഇതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. സോ ഇനി അനദർ എക്സാമ്പിൾസ് ഫോർ ആസിഡ്സ് പറയുകയാണെങ്കിൽ H2SO4 is an acid, hydrogen bromide is an acid, bases KOH നമുക്ക് എഴുതാം. ഓക്കെ, സോ അറേനേസ് പറഞ്ഞത്രേ ഉള്ളൂ. ഈ പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്വസ് മീഡിയത്തിലാണെങ്കിൽ അതിനെ ആസിഡ് എന്ന് വിളിക്കും, അക്വസ് മീഡിയത്തിലാണെങ്കിൽ ഹൈഡ്രോക്സിലാണെങ്കിൽ അതിനെ ബേസസ് എന്ന് വിളിക്കും. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറി ഓക്കെയാണ്, അറേനിയസ് തിയറി ഈസ് ഓക്കെ. പക്ഷേ അറേനിയസ് തിയറി ഹാസ് സം ലിമിറ്റേഷൻസ്, കുറച്ച് പരിമിതികൾ ഉണ്ട്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അറേനിയസ് തിയറിയുടെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന്, അറേനിയസ് പറയുന്നത് അക്വസ് മീഡിയയുടെ കാര്യം മാത്രമാണ്, അക്വസ് സോൾവെന്റിലോ അല്ലെങ്കിൽ വാട്ടറിലോ ഇടുമ്പോഴുള്ള കാര്യമാണ്. ഹി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് നോൺ അക്വസ്. നോൺ അക്വസ് അല്ലാത്ത സംഭവങ്ങളെ പറ്റി പുള്ളി മൗനം പാലിക്കുകയാണ്. ഓക്കെ, സോ നോൺ അക്വസിൽ എന്താണ് ആസിഡ്, നേച്ചർ ഓഫ് ആസിഡ് എന്താണ്, ആസിഡ് എന്താണ്, നേച്ചർ ഓഫ് ബേസ് ഓർ ആൽക്കലി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ തിയറി പറ്റില്ല. സോ അറേനിയസ് തിയറി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ നേച്ചർ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ നോൺ അക്വസ് മീഡിയ. സോ ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത്, H+ അല്ലാത്ത പലതും ആസിഡ് ആണ്, H+ ഇല്ലാതെ തന്നെ പലതും ആസിഡ് ആണ്. ഉദാഹരണം ബോറോൺ ട്രൈഫ്ലൂറൈഡ്, ദെൻ സൾഫർ ഡയോക്സൈഡ്. സോ ഇതെല്ലാം H+ ഇല്ല, ബട്ട് ദീസ് ആർ ആസിഡ്സ്. ദെൻ OH ഇല്ലാത്ത ബേസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട്. OH ഇല്ലാത്ത ബേസ് ആണ് NH3, അമോണിയ അല്ലെ, ഇത് OH ഇല്ലാത്ത ബേസ് ആണ്. സോ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറേനിയസ് തിയറി വെച്ചിട്ട് പറ്റില്ല. സോ അറേനിയസിന്റെ രണ്ടാമത്തെ പ്രോബ്ലം ഈസ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ അബൌട്ട് ആസിഡ്സ് ആൻഡ് ബേസസ് which does not contain H+ or OH-. ഇത് പറയാൻ പറ്റുന്നില്ല. മൂന്നാമത്തത് cannot explain about conjugate acid എന്താണ്, conjugate base എന്താണെന്നും പറയാൻ പറ്റും. സോ ഇതാണ് മൂന്ന് പുള്ളിയുടെ തിയറിയുടെ ഷോർട്ട് ഫാൾസ് ഓർ ലിമിറ്റേഷൻസ്. സോ സ്വാഭാവികമായി പുതിയ തിയറി വന്നു. തിയറിയുടെ പേര് ലോറി ബ്രോൺസ്റ്റഡ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് ലോറി തിയറി, LALO ആണ്, WRY, ലോറി തിയറി വന്നു. സോ ഇത് പ്രകാരം ഇപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത്, പുള്ളിയല്ല രണ്ടുപേരാണ്, ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസ് ആണ് which can donate H+. ഒരു H+ കൊടുക്കാൻ കഴിഞ്ഞാൽ, ഓർ H+ നമുക്ക് പ്രോട്ടോൺ എന്നും പറയാം. സോ വൺ വിച്ച് ഡൊണേറ്റ് എ പ്രോട്ടോൺ ഈസ് ആൻ, ഒരു H+ കൊടുക്കാൻ കഴിയുന്നവൻ ആസിഡ് ആണ്. സോ H2SO4, H2SO4 രണ്ടെണ്ണം കൊടുക്കാം അല്ലെ, H+, SO4 2- അല്ലെങ്കിൽ H2+, H+ഉം SO4, HSO4 എന്ന് എഴുതാം, ഒരെണ്ണമായിട്ടാണ് കൊടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ ബേസോ, സോ വാട്ടർ ബേസസ് H+നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. വിച്ച് ക്യാൻ, ഇവിടെ ഡൊണേറ്റിന് എന്ന് പകരം, ഈ വാക്ക് ഡൊണേറ്റിന് പകരം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആരെയാണ്, H+നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവനൊക്കെ ബേസ് ആയി. ഓർ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് ദ ടെൻഡൻസി ടു അക്സെപ്റ്റ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ അമോണിയ NH3 ആയിരുന്നു, അത് പ്ലസ് ചേർന്നു, അപ്പോഴത്തേക്കും NH4+. സോ ദിസ് ഈസ് എ ബേസ് ബിക്കോസ് ഇറ്റ് അക്സെപ്റ്റ് എ പ്രോട്ടോൺ. സോ ഇവിടെ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കും. ആ കൺസെപ്റ്റ് ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ഇപ്പോൾ H2SO4 നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, H+ HSO4 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതും കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എഴുതുക എങ്ങനെയാണ്, H2+ SO4 2-. സോ സൾഫേറ്റ് ഇറ്റ്, സോ രണ്ട് പ്രോട്ടോൺ ഇറ്റ് ക്യാൻ ഡൊണേറ്റ്, സോ ഇറ്റ്സ് ആൻ ആസിഡ്. സോ ഇതൊരു ആസിഡ് ആണ്. സോ ഈ റിയാക്ഷൻ നമുക്ക് തിരിച്ചു എഴുതാം അല്ലേ, ഇത് തിരിച്ചെഴുതാണെങ്കിൽ HSO4 H+, അപ്പൊ എന്തായി, ഇതിന് ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ, HSO4. സോ ഇതാരായി, ഇപ്പോ ഈസ് എ ബേസ് ബിക്കോസ് he can accept a proton. അപ്പോൾ ഇവിടെ HSO4 ബേസ് ആയി. ഇനി വേറൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം, അമോണിയയുടെ ഇക്വേഷൻ എഴുതാം, NH3 H+, നേരത്തെ കണ്ടതാണെന്ന് തോന്നുന്നു, NH4+. ഓക്കെ, ഇവിടെയോ, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ദിസ് ക്യാൻ അക്സെപ്റ്റ് എന്നാണ് പറഞ്ഞത്, നേരെ തിരിച്ചും ചെയ്യാൻ പറ്റും, ദിസ് ക്യാൻ റിലീസ് ആൻ H. സോ വേറൊരു ഇക്വേഷൻ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് NH3, അമോണിയ gives NH4 Cl-. അപ്പോൾ ഇത് ആസിഡ് ആണ് അല്ലെ, ആസിഡ്, ഇത് ബേസ് ആണ്, ദിസ് ഈസ് ആൻ ആസിഡ്, ദിസ് ഈസ് എ ബേസ്.
സോ ഇവിടെ HCl എന്താണ്, HCl ഒരു H+ ഇങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ NH3C ഇരിക്കുന്നു. സോ ഇതൊരു ബേസ് ആയി. അപ്പൊ തിരിച്ചോ, റിയാക്ഷൻ തിരിച്ചു വരുമ്പോൾ ഇതൊരു H+ കൊടുക്കുന്നു. സോ ഇറ്റ്സ് ആൻ ആസിഡ്. ഇതൊരു H+C ഇരിക്കുന്നു. ഇറ്റ് ബിക്കം ആൻ, സോ ഇറ്റ്സ് എ ബേസ്. സോ ഇതിനെയാണ് നമുക്ക് കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് വിളിക്കാം. കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് നമുക്ക് വിളിക്കാം. എക്സാമ്പിൾസ് കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ദർ, കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HCl, ഇപ്പൊ എഴുതിയത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, H++Cl. ഇതൊരു കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ദർ ബേസ് ആണ്. ദെൻ H2SO4 ഞാൻ എഴുതുന്നില്ല, അത് തന്നെ. ഓക്കെ, ദെൻ രണ്ടെണ്ണം വേറെ എക്സാമ്പിൾ എഴുതാം. CH3COOH, ഇതെന്ത് ചെയ്യും, CH3CO acetate plus H+. ഓക്കെ, ദെൻ അമോണിയ വീണ്ടും എഴുതുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ എക്സാമ്പിൾസ് കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇനി ബേസസും അവയുടെ കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരെ തിരിച്ച് H2SO4 ഇവിടെ തിരിച്ചെഴുതിയാൽ മതി. നമുക്ക് എഴുതാം SO4 minus plus H plus gives H2SO4. ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ മതി. Then ammonia NH3 plus H plus. So this base acid gives NH4 plus. Okay. So equationൽ ഇവിടെ NH3 and NH4. So NH3 and NH4. ഇത് രണ്ടും ഇവിടെ എന്താണ്? Conjugate acid base pair ആണ്. And this HCl and this Cl. HCl and Cl is another conjugate base pair. Okay. So what about water? വെള്ളം H2O യുടെ അവസ്ഥ എന്താണ്? വെള്ളത്തിന്റെ അവസ്ഥ H2O can dissociate into H plus and OH minus അല്ലേ? അപ്പോൾ this can give a proton. So it's an acid ആണ് ഇവിടെ. ഇനി H2O plus H plus H plus ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ H3O plus ഉണ്ടാകും. സോ ഇവിടെ ഇതെന്താണ്? ഇതൊരു ബേസ് ആണ്. സോ വാട്ടർ ഈസ് an amphoteric എന്ന് വിളിക്കാം. Amphoteric because sometimes it acts an acid and sometimes it acts as a base. ഒരു ആസിഡായിട്ടും ബേസ് ആയിട്ട് തരം പോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന അതിനെയാണ് നമ്മൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ലോറി ബ്രോൺസ്റ്റഡ് തിയറിയാണ് നമ്മൾ പറയുന്നത്. ലോറി ബ്രോൺസ്റ്റഡ് തിയറിയിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണം സൾഫർ ഡയോക്സൈഡ്, ബോറോൺ, ട്രൈഫ്ലൂറൈഡ്. ഇവിടെ പ്രോട്ടോൺ ഇല്ല ഇവിടെയൊന്നും, പക്ഷെ ദീസ് ആർ ആസിഡ്സ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ലിമിറ്റേഷൻ. സോ ലിമിറ്റേഷൻ ഓഫ് ലോറി ബ്രോൺസ്റ്റഡ് ഈസ് ദാറ്റ് there are substances without any proton. പ്രോട്ടോൺ ഇല്ലാത്ത സാധനങ്ങളുണ്ട്, പക്ഷെ അവ എങ്ങനെ ആസിഡ് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഈ തിയറി പോരാ. അപ്പൊ വരട്ടെ പുതിയ കൺസെപ്റ്റുകൾ. സോ പുതിയ കൺസെപ്റ്റ് വന്നു, അതാണ് ലെവിസ് തിയറി. ലെവിസ് എന്താണ് പറഞ്ഞത്? ലെവിസ് പറഞ്ഞു ആസിഡ് എന്ന് പറഞ്ഞാൽ, സോ ലെവിസ് ആസിഡിനെ ഡിഫൈൻ ചെയ്യാണ് കേട്ടോ. ആസിഡ്സ് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. അക്സെപ്റ്റർ. ഓക്കെ, സോ ആസിഡ് അക്സെപ്റ്റ് AE. സോ ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ. ലോൺ പെയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ് എന്നാണ് ആര് പറഞ്ഞത്? ലെവിസ് പറഞ്ഞത്. എന്താണ് ഇവിടെ മറ്റേ തിയറി ആയിട്ടുള്ള വ്യത്യാസം? അറേനിയസ് പറഞ്ഞതും ലോറി ബ്രോൺസ്റ്റഡ് പറഞ്ഞതും എല്ലാം H+നെ കുറിച്ചിട്ടാണ്, പ്രോട്ടോണിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെവിസ് പറയുന്നത് പ്രോട്ടോണിനെ കുറിച്ചിട്ടല്ല, ലെവിസ് പറയുന്നത് ഇലക്ട്രോണിനെ കുറിച്ചിട്ടാണ് പറയുക. സോ ഇതാണ് പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള വ്യത്യാസം. ലെവിസ് തിയറി ടോക്കിംഗ് അബൌട്ട് ഇലക്ട്രോൺ വൈൽ അതർ തിയറി ടോക്കിംഗ് അബൌട്ട് H+. ഉദാഹരണം ബോറോൺ ട്രൈഫ്ലൂറൈഡ് നമുക്ക് എടുക്കാം. BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ബോറോണിന്റെ 5 ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ, ഉള്ളിൽ 2 എണ്ണം. ഞാൻ കൃത്യമായിട്ടൊന്നുമല്ല അറിയിക്കാം. ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, എത്ര എണ്ണം വേണം? സ്വസ്ഥമായിട്ടിരിക്കാം. 8 എണ്ണം കിട്ടിയാലേ 8 ആയാലേ പുള്ളി ഹാപ്പി. എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 5 എണ്ണം ഇനിയും വേണം. അപ്പൊ ആര് കൊടുക്കും? ഫ്ലൂറിൻ കൊടുക്കാൻ നേറ്റു. ഫ്ലൂറിന് ഇവിടെ ഒരെണ്ണം കൊടുത്തു, ഇവിടെ ഒരു ഫ്ലൂറിൻ കൊടുത്തു, ഇവിടെ ഒരു ഫ്ലൂറിൻ കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് ഇവിടെ ഇരിക്കാം. ഓക്കെ, എത്ര എണ്ണം ഇനിയും ബാലൻസ് വേണം? ഓക്കെ, 2 എണ്ണം കൂടി കിട്ടിയാൽ ഹാപ്പിയാണ്. 2 എണ്ണം കൂടി കിട്ടിയാൽ സ്റ്റേബിൾ ആകും, സ്വസ്ഥമാകും. സോ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഇലക്ട്രോൺ ഷെല്ലിൽ 2 എണ്ണത്തിന്റെ കുറവുണ്ട്. 2 എണ്ണം ഇലക്ട്രോൺ എന്ന് പറയുന്ന ദാറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ പെയർ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. സോ ഹീസ് ആൻ അക്സെപ്റ്റർ. ഹീസ് റെഡി ടു അക്സെപ്റ്റ് 2 ഇലക്ട്രോൺ. സോ അതുകൊണ്ട് ദിസ് ഈസ് ആൻ ആസിഡ്. സോ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഈസ് ആൻ ആസിഡ് ബൈ ലെവിസ് തിയറി ബിക്കോസ് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ആസിഡ്സ് ആർ ലോൺ പെയർ ഇലക്ട്രോൺ അക്സെപ്റ്റർ. അപ്പൊ എന്താണ് ബേസ്? ലെവിസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ്? അപ്പൊ എന്തായിരിക്കും? സബ്സ്റ്റൻസ്
വിച്ച് ഹാവ് എ ടെൻഡൻസി കൊടുക്കാനുള്ള കഴിവുണ്ട്, ടെൻഡൻസി ടു ഡൊണേറ്റ്. സോ ഡൊണേറ്റ് അതാണ് പ്രധാനപ്പെട്ട ഭാഗം. ഡൊണേറ്റ് ആരാണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ബേസ് ആർ ഡൊണേറ്റർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കാൻ കഴിവുള്ളവരാണ് ആര്? ബേസസ്. സോ ഇപ്പൊ നമുക്ക് അമോണിയ വരയ്ക്കാം. അമോണിയ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. NH3 അല്ലെ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ നൈട്രജന്റെ ഉള്ളിൽ 2, പുറമെ 5. ഇവിടെ 1 2 3, ഇവിടെ 5 എണ്ണം മൊത്തം. 1 2 3 4 5. എത്ര എണ്ണം കിട്ടണം? 3 എണ്ണം കിട്ടിയാൽ ഇയാൾ ഖുഷി. ബോറോൺ ട്രൈഫ്ലൂറൈഡോ 2 എണ്ണം കിട്ടിയാൽ ഓക്കെ. ഇവിടെ 2 എണ്ണം കിട്ടിയാൽ ഓക്കെ. സോ ഇവര് തമ്മിൽ ഒന്ന് യോജിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇയാൾ ഇപ്പുറത്തേക്ക് പോകുന്നു, നൈട്രജന്റെ ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയെന്ന് കരുതുക. നൈട്രജൻ ഇവിടെ ഓക്കെ, സോറി ഇവിടെ H, ഇവിടെ ഇവിടെ ഉള്ള 2 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. സോ ദേ ആർ ഹാപ്പി നൗ അല്ലെ. ബോറോണ് 8 ആയി. സോ ടുഗദർ ദേ ഫോം കോഓർഡിനേറ്റ് ബോണ്ട്. സോ ഈ ബോണ്ടിന് നമ്മൾ കോഓർഡിനേറ്റ് ബോണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ലെവിസ് ആസിഡ് ബേസ് പെയർ ആണ് ആര്? അമോണിയ ആൻഡ് ഓൾസോ ബോറോൺ ട്രൈഫ്ലൂറൈഡ്. സോ ഇവിടെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഈസ് ആൻ ആസിഡ്. ഇത് ആസിഡായി, ഇദ്ദേഹം ബേസ് ആയി. കാരണം ഇദ്ദേഹം ഡൊണേറ്റ് ചെയ്യാണ് 2 ഇലക്ട്രോൺ ഓർ ഇലക്ട്രോൺ പെയർ. ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെ ഉണ്ടാവുന്നതിനെ നമ്മൾ അഡിക്റ്റ് ഓർ അഡിക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അഡിക്ഷൻ കോമ്പൗണ്ട് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. സോ ആസിഡ്സും ബേസും സൊല്യൂഷനിൽ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷനിൽ ഇടുകയാണെങ്കിൽ ദറ്റ് വിൽ ഡിസോസിയേറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് സ്ട്രോങ് ആസിഡ്സ്, എന്താണ് സ്ട്രോങ് ബേസസ്, അപ്പോൾ എന്താണ് വീക്ക് ആസിഡ്സ്, എന്താണ് വീക്ക് ബേസ്. ഒരു സ്ട്രോങ് ആസിഡ്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിലും ആൻഡ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻറ്റു അതിന്റെ കമ്പോണൻസ് ആയിട്ട് മാറുന്നതാണ് നമ്മൾ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസസ്. വേഗത്തിലും കംപ്ലീറ്റുമായിട്ടും മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ പതിയെ മാത്രം, സ്ലോലി ആൻഡ് നോട്ട് ഫുള്ളി, മൊത്തം ഡിസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ വീക്ക് ആസിഡ്സ് ഓർ വീക്ക് ബേസസ് എന്ന് പറയും. സോ സ്ട്രോങ് ആസിഡ്സ് ഇപ്പോൾ ഉദാഹരണം ഇട്ടത് HCl ആണ് എന്ന് കരുതുക. HCl ആണെങ്കിൽ ഇറ്റ് വിൽ ബി H+ ആൻഡ് Cl- ആയിട്ട് മാറും. H2SO4 ആണെങ്കിലോ H2SO4 ആണെങ്കിൽ അത് 2H+ ആൻഡ് SO4 2 നെഗറ്റീവ് ആയിട്ട് മാറും. സോ ഇതെല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. സോ ഇവ വേഗത്തിൽ മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. എത്ര H+ ഉണ്ടായിരുന്നോ, ഈ കോമ്പൗണ്ടിൽ എത്ര H+ ഉണ്ടായിരുന്നോ അത് മുഴുവനായിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പൊ 100 എണ്ണം ഉണ്ടായിരുന്നു HCl എങ്കിൽ ആ 100ൽ നിന്നും H+ പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആയി. ആൻഡ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഈ H+ ഓർ പ്രോട്ടോണിനോട് കുറഞ്ഞ അഫിനിറ്റി ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് വേഗം ഡിസോസിയേറ്റ് ചെയ്യും. ഇനി അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് CH3COOH ആണ് അസറ്റിക് ആസിഡ്. അതൊരു വീക്ക് ആസിഡ് ആണ് ബിക്കോസ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന CH3COO- H+. ഈ H+ ആവുന്നതിന്റെ എമൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കുറവായിരിക്കും. ഇനി ആസിഡ്സിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് നമ്മൾ സാധാരണ പറയാ ഡിഗ്രി ഓഫ് ആണൈസേഷനിലാണ് പറയാ. ആണൈസേഷൻ കോൺസ്റ്റന്റിലാണ് പറയാ. നമ്മൾ സാധാരണ പറയാ Ka എന്ന വാല്യൂ ആണ് ഉപയോഗിക്കുക. ആണൈസേഷൻ കോൺസ്റ്റന്റ് ഇപ്പൊ Ka ഈസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ അതൊരു സ്ട്രോങ് ആസിഡ്. അപ്പോൾ ഒന്നിൽ കുറവാണെങ്കിൽ അതൊരു വീക്ക് ആസിഡ് ആയിരിക്കും. ഇനി ഏത് സോൾവെന്റിലാണ് ഇത് അലിയിക്കുന്നത് എന്നും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സംഭവത്തിനകത്തേക്ക് ഇടുകയാണ്. സ്ട്രെങ്ത് ഓഫ് ആസിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആൻഡ് ഡിഗ്രി ഓഫ് ആണൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോൾവെന്റ് ഏതാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ HCl തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. ഇത് വാട്ടറിലാണെങ്കിൽ H2O ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് വിൽ ബി എ സ്ട്രോങ് ആസിഡ് ആണ്, ഗുഡ് ആണൈസേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് തന്നെ നമ്മൾ അമോണിയയിലാണ് ഇടുന്നെങ്കിലോ, അമോണിയയിലാണ് ഇടുമെങ്കിൽ ഇറ്റ്സ് എ ബാഡ്. സോ അസിറ്റിക് ആസിഡ് വാട്ടറിലാണെങ്കിൽ അത് ബാഡ് ആണ് ഓർ വീക്ക് ആണ്. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് നമ്മൾ ഇടുക അമോണിയയിലാണെങ്കിലോ, അസിറ്റിക് ആസിഡ് എടുത്ത് അമോണിയയിലാണെങ്കിൽ ഭയങ്കര ഡിസോസിയേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോൾവെന്റ് ഓൾസോ ഡിസോസിയേഷൻ വിൽ ബി ഡിഫറെന്റ്. സോ സ്ട്രോങ് ആസിഡ്സ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? HCl സ്ട്രോങ് ആസിഡ് ആണ്, HNO3 നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്, H2SO4 സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് സ്ട്രോങ് ആസിഡ്. ബേസസ് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? NaOH സ്ട്രോങ് ആണ്, KOH സ്ട്രോങ് ആണെന്ന് പറയാം. ഓക്കെ, വീക്ക് ആണെങ്കിലോ അസറ്റിക് ആസിഡ് വീക്ക് ആണ്, ഫോർമിക് ആസിഡ് വീക്ക് ആണ്, കാർബോണിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. ദെൻ വീക്ക് ബേസ് ആണെങ്കിലോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വീക്ക് ആണ്, അമോണിയം NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ്. സോ ദീസ് ആർ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ്. സോ നമ്മൾ കണ്ടത് ആസിഡ് ബേസ് തിയറീസ് കണ്ടു. വാട്ട് ആർ സ്ട്രോങ് ആസിഡ്സ്, വാട്ട് ആർ സ്ട്രോങ് ബേസസ്, ആൻഡ് വാട്ട് ആർ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ്. താങ്ക് യു ഫോർ വാച്ചിങ്.